ശ്രീ ബിജേഷ് ചേരുകയാണ് നമ്മളോടൊപ്പം പ്രതികരിക്കാൻ. ശ്രീ ബിജേഷ്, ഈ തന്ത്രി കുടുംബത്തിന്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തൊക്കെ? ഈ ഹർജി തള്ളിയ വിഷയത്തില് കോടതിയുടെ ഉത്തരവ് വന്നോലും അപ്പൊ അതിന്റെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഭക്തർക്ക് ഇതിന് ഈ കോടതി വിധി മേൽക്കോടതി പോകാനുള്ള സമയം കുറവാണ്. കാരണം ഇത് ഏറ്റവും അവസാനത്തെ ദിവസമായി പോയി ഇതിൽ. അപ്പോ പൂജ മാറ്റിയ ഇതില് വിഷമമുണ്ട്. കാരണം വെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് നടന്നു വന്നിരുന്നത് ഒരു വഴിപാട് മാത്രമായിട്ട് ചിത്രീകരിച്ച് ഈ നിലനിർത്തേണ്ട ആൾക്കാർ തന്നെ അതിനെതിരെ തടസ്സവാദങ്ങൾ ഉന്നയിക്കും, ഹർജി കൊടുക്കുകയൊക്കെ ചെയ്തു. കോടതിയുടെ വിധി വന്നു. ഇനി അതിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നിയമോപദേശം തേടുകയാണ്. അപ്പോ അതാണ് പറയാനുള്ള ഈ സമയത്ത്. ശരി ബിജേഷ്, ഇതിൽ നിയമോപദേശം തേടി കഴിഞ്ഞു എന്നാണോ പറഞ്ഞത്, അതോ തേടുന്നതിൽ തീരുമാനമായി? മറ്റു വഴികൾ എന്താന്നുള്ളത് വക്കീലായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇത് ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് ഇങ്ങനെ ഒരു വിധി വന്ന് നാളെ മറ്റുള്ള കാര്യങ്ങൾക്കും ഇതുപോലെ തന്ത്രിയുടെ അവസാനത്തെ വാക്ക് എന്നുള്ള എനിക്ക് വരുമ്പോ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചന നടക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജേഷ് പ്രതികരിച്ചതിന്. ക്ഷേത്ര രക്ഷാസമിതി അംഗം ശ്രീ ബിജേഷാണ് നമ്മളോടൊപ്പം വാർത്തയോട് പ്രതികരിച്ചത്.